Hi friends, welcome to Amoos Kitchen. എല്ലാവർക്കും സുഖമല്ലേ? ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസം റെസിപ്പി ആയിട്ടാണ്, മാമ്പഴ പായസം. അപ്പോൾ മാമ്പഴം കൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. മാമ്പഴ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാംഗോ പ്യൂരി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 പഴുത്ത മാംഗോസാണ്. അതേപോലെ ഒരു 1/2 കിലോ ശർക്കര, പിന്നെ 2-3 ഏലക്ക. ഇത് മൂന്നും കൂടി 1/2 ഗ്ലാസ് പാലൊഴിച്ചിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. മാമ്പഴം, ശർക്കര, പിന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ഇത്തിരി ആയിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മാമ്പഴവും ശർക്കരയും കൂടി അരച്ചിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഈ ഒരു പരുവം വരെ അരക്കണം. കണ്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ട്രിപ്പ് അരക്കുകയാണ്. ഞാൻ ആദ്യത്തെ ട്രിപ്പ് എടുത്തപ്പോൾ അതിനകത്ത് ഏലക്ക ഇടാൻ മറന്നു. നിങ്ങൾ മറക്കാതെ ഏലക്കയും കൂടി ഇടണേ. 2 ഏലക്ക, 2-3 ഏലക്ക, 3 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ പ്യൂരി, മാംഗോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് പാലാണ്. പാല് ഞാൻ ഇവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്ക് നന്നായിട്ട് വേവിക്കണം. അതിനായിട്ട് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുക്കർ എടുക്കാം, അതിലോട്ട് ഈ 1 ലിറ്റർ പാലൊഴിക്കാം. പാലൊഴിച്ചിട്ട് വിസിൽ വെക്കണം. വിസിൽ വെച്ചിട്ട് സിമ്മറിൽ 1 മണിക്കൂർ കറക്റ്റായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ പ്രഷർ നമ്മളായിട്ട് 1 മണിക്കൂറായിട്ട് അതിൻ്റെ പ്രഷർ നമ്മളായിട്ട് കളയരുത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് തനിയെ ആ പ്രഷർ പോകണം. അപ്പോഴേ നമുക്ക് ഈ ഒരു പിങ്കിഷ് കളറായിട്ട് കിട്ടുള്ളൂ. ഈ പാലാണ് നമുക്ക് ഒഴിക്കേണ്ടത്. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളിയിലാണ് നമ്മൾ പണ്ട് പായസമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഈ പാല് അവിടെ കിടന്ന് തനിയെ തിളച്ച് വെറ്റുകയാണ് ചെയ്യുക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉരുളിയിൽ ഉണ്ടാക്കി ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് ഇങ്ങനെ ചെയ്താലും ഈ ഒരു ആ ഒരു പിങ്ക് കളറും ആ ടേസ്റ്റും, പാല് കുറുകിയ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടും. അപ്പോൾ കുറച്ചും കൂടി സിംപ്ലസ്റ്റ് വേ ആണിത്. എല്ലാവരും ഇതിങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാല് ഈ പാത്രത്തിലൂടെ നമുക്ക് ഒഴിക്കാം. പാൻ ചൂടാവുമ്പോൾ നമ്മൾ ഈ 1 ലിറ്റർ പാല് ഇതിലോട്ട് മെല്ലെ ഒഴിക്കും. ഈ 1 ലിറ്റർ പാലിൽ നമ്മൾ ഈ പാലൊക്കെ കുക്കറിലിട്ട് നന്നായി വേവിച്ച് കഴിയുമ്പം ഇതിനകത്ത് പാൽ പാടയൊക്കെ മേലിങ്ങനെ ചൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ നമ്മൾ കിട്ടുമല്ലോ, ആ കുക്കറിൽ നിന്ന് എടുത്ത പാലിനെ ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ആ പാലിൻ്റെ പാടയൊന്നും വരില്ല. അതുണ്ടെന്നുണ്ടെങ്കിൽ പായസത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം പാൽ നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാനായിട്ട്. ഇനി പാല് വേവിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേവിക്കുക. കാരണം ഇത് ചിലപ്പോൾ പിരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം പാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം, അതായത് പാല് വേവിക്കാൻ യൂസ് ചെയ്യുന്ന പാത്രം, കുക്കറായാലും ശരി, ഏതായാലും ശരി, ഉരുളിയാണെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. കാരണം പാലൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങളാണ്. അതിന് നേരത്തെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ മതി, അപ്പം തന്നെ ആ പാല് കേടുവന്ന് പോകും. അങ്ങനെ 2-3 പ്രാവശ്യം എൻ്റെ പാലൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ടിപ്പാണ്. അതായത് ഇപ്പോൾ പാല് നമ്മൾ വേവിക്കാൻ എടുക്കുന്ന പാത്രം, അതിനെ ജസ്റ്റ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം ആ വെള്ളം എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം ആവുന്ന വിധത്തിലൊന്നിങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് ആ വെള്ളം കളഞ്ഞാൽ മതി. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ കുട്ടികളുടെ ഫീഡിങ് ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്യില്ലേ, അതേപോലെ ഈ പാത്രം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പാല് പിരിഞ്ഞു പോകുമൊന്നുമില്ല. അതിനകത്തുള്ള ഡേർട്സൊക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ചെയ്താലും മതി. ഈ പാത്രം ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, പിരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട്. നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് പച്ചരിയാണ്. 3/4 ഗ്ലാസ് പച്ചരി
കുറച്ച് വെള്ളത്തിൽ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും സിമ്മറിൽ 2 വിസിലും. അങ്ങനെ വേവിച്ച് വെച്ച പച്ചരിയാണിത്. ഇനി നമുക്കിതിലോട്ട് ഈ പാലിലോട്ട് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി എത്ര വെന്താലും വേഗം തോറും അതിങ്ങനെ കട്ട കുത്തിയിട്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ ചൂട് പാലിലിടുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇളക്കുമല്ലോ, നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഈ കട്ടയൊക്കെ മാറി ഒന്നൊന്നും തൊടാതെ കിടക്കും. ഇനി നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പച്ചരിയൊക്കെ ഒന്നുകൂടൊന്നും ഒട്ടാതെ കിടക്കുന്നുണ്ട്. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ പ്യൂരി ഇതിലോട്ടിടാം. ശ്രദ്ധിക്കണം, സിമ്മറിൽ വെക്കണം. എന്നിട്ട് പതുക്കെ ഇട്ട് കൊടുക്കണം. പതുക്കെ ഇളക്കി കൊടുക്കാം. കട്ടകളൊക്കെ പോകണം. ആദ്യം ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ കാണും, പേടിക്കണ്ട. കുറച്ചൊന്ന് ചൂടാവുമ്പോൾ തനിയെ എല്ലാം ശരിയായിക്കോളും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കര, മാമ്പഴം, പാല്, പച്ചരി എല്ലാതും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നമ്മുടെ പായസം ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇതിനെ ഒന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് ലാസ്റ്റ് റൗണ്ട് തിളയ്ക്കലാണ്. നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കശുവണ്ടിയും പിന്നെ കിസ്മിസും കൂടി നെയ്യിൽ വറുത്ത് കൊട്ടാം. അതിന് മുമ്പ് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പക്ഷേ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല മാമ്പഴത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. മാമ്പഴപ്പായം നല്ല പഴുത്ത മാമ്പഴത്തിൻ്റെ ടേസ്റ്റാണ്. നമ്മുടെ പായസം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കശുവണ്ടിയും കിസ്മിസും നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. അതിനായിട്ട് പാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ആദ്യം നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. കശുവണ്ടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ച് ഡെക്കറേഷന് വേണം, അതാണ് ഞാൻ മാറ്റി വെച്ചേട്ടോ. ഓക്കെ, ഇട്ട് കൊടുക്കാം. എനിക്കിത് ഒന്ന് ഇളക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ പായസം ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വിഭവമായി വരുന്നവരെ നന്ദി, നമസ്കാരം.